ഐഡിയ പറയട്ടെ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറ. നമ്മൾ 4 പേരും ഒരു മേക്കപ്പ് ഇട്ട് ജസ്റ്റ് ഒരു നോർമൽ ഡ്രസ് ഇട്ട് പീടി പോന്നു. അവരെന്ത് പറയുന്ന അണ്ണനെ കാണാം. ഞാൻ മുകളിൽ സംസാരിക്കുമ്പോ ഒരു ഒടുക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. നീ സംസാരിക്കില്ല, നീ ഒരു അക്ഷരം ഫ്രണ്ട് ഞാൻ പോവാം. വാച്ച് കളഞ്ഞു പോയി. അത് പക്ഷേ അമ്മര് എനിക്കിവിടെ ഇതാണ്. ഇപ്പൊ എന്താ റീസൺ? നിനക്ക് ഇന്റർവ്യൂവിന് കൊണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്താ സംസാരിച്ച പോലെ നിനക്ക് സംസാരിച്ചാ പോരെ? റീസൺ പറയല്ലേ നിന്റെ റീസൺ എനിക്ക് കേൾക്കണ്ട. നമുക്ക് മാഡത്തിനെ അല്ലല്ലോ കാണണ്ടേ? ആണോ? അതെ അണ്ണ സംസാരിക്കും വേണം. അണ്ണ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഞാൻ നോർമലായിട്ട് സംസാരിക്കണം. എന്റെ വാച്ച് കളഞ്ഞു പോകുമ്പോ ഞാൻ അവിടെ ഞാൻ പരന്തു ദിവസം എന്റെ വാച്ച് പോയി കണ്ടുപിടിച്ചതാ സാർ. പീഡിയിൽ ചെല്ലുമ്പോ അവരോട് അങ്ങനെയാണോ സംസാരിക്കണ്ടേ? നീ നീ എന്നെ പഠിപ്പിക്കണ്ട എങ്ങനെ സംസാരിക്കണോന്ന്. എന്നെ സംസാരിക്കണോ പഠിപ്പിക്കണ്ട. ഞാൻ സംസാരിച്ച് നോക്കട്ടെ അവരോട്. കഥ ഇതാണ്. നമ്മൾ ഇന്നലെ 4 പേരായിട്ട് ബീച്ച് സൈഡിൽ വെള്ളം അടിച്ച് ഓഫ് ആയപ്പോ നമ്മുടെ 2 കൈ കിടന്ന വാച്ച് ആരും അടിച്ചോണ്ട് പോയി. ഹലോ സാർ, ഒന്ന് വരും, ഒരു പരാതി പറയാനുണ്ടായിരുന്നു. പേരെന്താണ്? എന്റെ പേര് പരന്തു വാസു സാർ. സാർ, ഇന്നലെ നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ബീച്ചിൽ വെച്ചിട്ട്. അപ്പൊ ബീച്ചിൽ പാർട്ടി ഉള്ളതുകൊണ്ട് നമ്മള് രാത്രിയിൽ കുറച്ച് ചെറുതായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഞങ്ങൾ രണ്ടും കിടന്ന് ഉറങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും കയ്യിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഉണ്ടായിരുന്നു. എന്റെ ഹുബ്ലൂട്ട് ഉണ്ടായിരുന്നു. ഇവന്റെ നിന്റെ ഏതായിരുന്നു? എന്തിന്റെ ഇതിലാണ് പാർട്ടി? ബർത്ത്ഡേ ആയിരുന്നു. ലാസ്റ്റ് സിറ്റുവേഷൻ എന്തായി? 10 അതിന്റെ എവിഡൻസ് 4 വെച്ചിട്ട് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഇതായിരുന്നു, പാർട്ടി ആയിരുന്നു. ഓ അങ്ങനെ. നമുക്ക് പിടിച്ചാ ഓ താങ്ക് യു സാർ, താങ്ക് യു. അപ്പോ ഇന്നലെ ആ സമയത്ത് നിങ്ങൾ വേറെ, അതായത് നിങ്ങളുടെ ആൾക്കാരല്ലാതെ വേറെ പുറത്ത് നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേര് മാത്രമായിട്ട് എങ്ങോട്ടേലും ഒന്ന് മാറ്റൂ. ാണ് വാച്ചെടുത്തെന്ന് പറഞ്ഞല്ലോ. സാറേ, ഞാനൊരു കാര്യം പറയാം. വാച്ചില്ലേ, അത് മോട്ടിച്ചത് ഈ ബാക്കി വെക്കുന്നവന്മാര് തന്നെയാണ്. അവന്മാരയിലുണ്ട് വാച്ച്. അവന്മാരെ വേറൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവന്മാരയിലുണ്ട് വാച്ച്. ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. വാച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്? അതെ സാർ, അതെ. ഉമ്മര് ജോലിക്കൊന്നും പോയിട്ടില്ല പണ്ട് പോലെ. നമ്മളാണ് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചു തരാം. അപ്പോൾ പൈസ ഈയിടയ്ക്ക് ഒരു ബിസിനസിന് വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കില്ല, പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്ലാസ്സിൽ കൂടുതൽ സാധനം ഒഴിച്ച് നമ്മളെ കമന്റ് ചെയ്തവന്മാരാണ്. മാത്രമല്ല, സിറ്റുവേഷനിൽ ഇല്ലാത്ത കാര്യം ബോധം ഫുള്ള് പോയെങ്കിലും നമുക്ക് കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിത് കവറപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവന്മാര്. അപ്പൊ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പിന്നെ ഇവന്മാരില്ലാതെ ആ സിറ്റുവേഷനിൽ വേറെ ആരും തൊട്ടടുത്ത് വന്നിട്ടില്ലായിരുന്നു. പിടിച്ച് 2 കൊടുത്ത എന്തായാലും പറയും സാർ. പിടിച്ച് 2 കൊടുത്ത എന്തായാലും പറയും സാറേ. ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ജർമ്മൻ കണ്ണാപ്പി, ബോബോയ്, മാഫിയ ബോബോയ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എക്സാക്ട് ആയിട്ടൊന്ന് സാറേ. എന്റെ CCTV വിഷ്വൽ വരെ ഉണ്ട്. ഞാൻ സാറിന് ഫോർവേഡ് ചെയ്യാൻ മെയിൽ ID തന്നു. പ്രശ്നം ഉണ്ടാക്കോ സാറേ? പീഡിക്കകത്തൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സാറേ. ഇനിയും സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ റെഗുലർ ആക്ഷൻ എടുത്തോ. ഓക്കെ, ലൈക്ക്
നിങ്ങള് ഇപ്പോ ഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ആൽക്കോഹോൾ ഇപ്പൊ എത്ര ലെവൽ വരെ കുടിച്ചു? അതായത് ഒരു എത്ര ലിറ്റർ വരെ കുടിച്ചിട്ടുണ്ട് നിങ്ങൾ? സാറേ എനിക്കൊരു ലെവൽ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവന് എന്നെ കിടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്. അപ്പം ഞാൻ നൈസായിട്ട് കുടിക്കുന്ന Okay. പോലെ എൻ്റെ ഫുഡിക്കകത്തോട് ഇങ്ങനെ ഒഴിച്ച് താഴോട്ട് കളഞ്ഞുകൊണ്ടിരുന്നു. ഇവൻ വിചാരിച്ച് ഞാൻ കുടിച്ച് ബോധം കിട്ടി കിടക്കുവാണെന്ന്. ഒന്ന് ഇതായപ്പോഴത്തേക്കിന് നൈസായിട്ട് വന്ന് ബാബുവിന്റെ കയ്യിലെ വാച്ച് അഴിക്കുന്ന ഞാൻ കണ്ട്. അപ്പൊ എനിക്കിത് മനസ്സിലായില്ല സാർ, ഞാനാണെങ്കിൽ കുടിക്കുകയും ചെയ്ത്. ബാബു കുടിച്ച് ഓഫായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യില് ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് എനിക്ക് ഇക്കിളി വരും ഡോക്ടർ, അല്ല സാറേ. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഞാൻ ഉറങ്ങി കിടക്കുന്ന പോലെ അഭിനയിച്ചിട്ട് വാച്ച് അഴിച്ച് ടേബിളിൽ വെച്ച് നൈസായിട്ട് അതും എടുത്ത് പോക്കറ്റ് വെച്ച് അങ്ങ് കൊണ്ടുപോയി. സാർ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് സാർ, നമ്മുടെ അനിയന്മാരാണ് ഇത്, എങ്ങനെയും നേരെയാവണം സാർ. ലോക്കൽ പിള്ളിട്ട് രണ്ട് അടിയെങ്കിലും കൊടുത്ത് ഇനി ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ ഒരു ബോധവൽക്കാരം നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഹെൽപ്പായിട്ട് ചെയ്തു തരുന്നത്. അതെ തീർച്ചയായും. അതിനു മുമ്പ് ലൈക്ക് അവരിപ്പോ അവരുണ്ടോ അവിടെ? വിളിച്ചു വരുത്താം സാർ, വിളിച്ചു വരുത്താം. സാറേ വിളിച്ചോ? സാറേ കേറട്ടെ അങ്ങോട്ടെ. ഇല്ല ഓക്കെ സാറേ. ഓക്കെ ഒരു മോഷണം സാർ. നോ മോർ കോംപ്ലിക്കേഷൻ. സാർ പീഡിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധിച്ചാൽ മതി. ഇത് നാട്ടിലെ സത്യം പറഞ്ഞ സാറേ പീഡിക്ക് ഒരു ചീത്തപ്പേരുണ്ട്. അതായത് ഒരു റെഡ് കളർ ഇട്ട ആള് കുറച്ച് ലൗഡിലാണ് സംസാരിക്കുന്നത്. മലപ്പുറമാണ് സാർ, മലപ്പുറമാണ്. ഇത്രയും നേരം നമ്മുടെ വണ്ടിയിലും നോർമലായിട്ട് സംസാരിച്ചാണ്. ഇതിപ്പോ ഇവിടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആളുടെ. ഇവിടെ പണിഷ്മെന്റ് ഒന്നും ഇല്ലെന്നാ പറയുന്നത് സാർ. അങ്ങനല്ല, അവിടെ സംസാരിക്കില്ല. അപ്പൊ അവർക്ക് അതൊരു കണ്ടിരിക്കാൻ പറ്റില്ല സാർ. കുറച്ചേരൊന്ന് വെളിയിലോട്ട് നോട്ടെ. ഒരു മിനിറ്റ്, നമുക്കതൊന്ന് കളക്ട്. എനിക്കിത് ജെനുവൻ ആണെന്ന് അറിയാം. അപ്പൊ അതിന് നമ്മൾ എന്ത് സഹായം ചെയ്യാൻ സാർ, പ്രശ്നമില്ല. കാരണം സ്വന്തം അനിയന്മാർക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ച് മാത്രം വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഇതിപ്പോ ഈ മോശം ശ്രമം ഇല്ലെങ്കിൽ പോലും ഇതിന് നല്ല രീതിയിൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ലൈക്ക് ഒരു മിനിറ്റ് ഭയങ്കര സൗണ്ട്. എന്തോന്ന് അതാണ് പറഞ്ഞത്. കുറച്ച് മെല്ലെ സംസാരിക്കുക. ഇപ്പൊ സ്റ്റാർ കുറഞ്ഞില്ലേടാ? അങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല. എന്തൊക്കെ തർക്കമായിരുന്നു ഓർമ്മ പള്ളി. അല്ല ഇത് വേണമായിരുന്നു പള്ളി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ലൈക്ക് ആ പുള്ളിക്കാരൻ ലൈക്ക് ഒരു എന്താ പറയാ എഡ്യൂക്കേറ്റഡ് അല്ലേ പുള്ളി? സാർ സ്കൂൾ എന്താ അവന്റെ സ്വന്തം പേര് എഴുതാൻ പറഞ്ഞാൽ പോലും അറിയാത്ത ഒരുത്തനായിരിക്കും. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ഉണ്ടെങ്കിലും പാരന്റ്സ് തന്തയില്ല. നിന്നെ പറ്റിയാണല്ലോ സംസാരം. രണ്ടുപേർക്കും. അയ്യോ സാറേ അറിയാണ്ട് അകത്ത് വന്നേണേ. ഞാൻ അകത്ത് കയറി പോയടാ. ഒരുപാട് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാ സാറേ, ഒരുപാട് നോക്കിയായിരുന്നേ. നമ്മള് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാന് കൊറേ നന്നാക്കാൻ നോക്കിയതാ. പറഞ്ഞു കൊടുക്കി പെട്ടെന്ന് പറ്റുന്നില്ല സാറേ. ഇത് സഹിക്കാൻ പറ്റുന്നില്ല സാർ. നമ്മൾ മെന്റലി നല്ല ട്രോമയിലോട്ട് പോകുവാണ്. നിങ്ങളെ വിശ്വസിച്ചാണ് സാർ നമ്മളിപ്പോ ആകെ ഇപ്പോൾ വിശ്വാസം നിങ്ങളെ മാത്രമാണ് സാർ. നമ്മള് അങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്താല് ആ പുള്ളിക്കൊരു മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തന്തയില്ലായ്മയാണ്. അത് വട്ടല്ലത് സാറേ. അങ്ങനെയൊന്നും പറഞ്ഞോട്. അല്ല സാർ, ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞത് പോയതാ. വിഷമം കൊണ്ടാ സാർ, വിഷമം കൊണ്ടാ. പുള്ളിക്ക് നോർമലി ബിഹേവ് ചെയ്യാൻ അത് അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുവാണ് വർഷങ്ങളായിട്ട്. കാണാൻ വേണ്ടിട്ടുള്ള രണ്ട് ചേട്ടന്മാരെ റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയത്. സാറേ എനിക്ക് തോന്നുന്നു സാറേ നമ്മുടെ EMS ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ. ഇല്ല സാർ, മെഷീൻ കംപ്ലൈന്റ് ആയാലേ ഉള്ളൂ. ഇവിടെ ആർക്കും ഇല്ലല്ലോ. എന്താ സാർ പറയാ? ഈ സാറിനെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. കൊറേ മുടിയൊക്കെ വളർന്നല്ലേ, വെട്ടി കെട്ടി വിടാം. നമുക്ക് കാണാൻ പറ്റും സാർ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വരെ.
അല്ല വേറെ ഒന്നുമില്ല, നമ്മൾ ഇവന്മാർ നന്നായില്ലേ നമുക്കൊന്നും അറിയാൻ വേണ്ടിട്ടാ. അല്ല സാറിന് കൂടെ വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറിന് ഓക്കെ ഓക്കെ, അത് എനിക്ക് ഓക്കെ നമ്മള് ഓക്കെ അല്ലേ, ഇത് ഇവന്മാർ നന്നായില്ലേ നമുക്ക് നേരിട്ട് കാണാലോ. തിരിഞ്ഞു നോക്ക് ബാബു അവരെ കെട്ടിക്കൊണ്ട് പോകുന്നു. സാറേ അയ്യോ സാറേ കരയല്ലേ സാറേ. അന്നത്തെ ഈഗോ ഇപ്പഴല്ല കാണിക്കണ്ട കേട്ടോ. അന്നത്തെ ഈഗോ വിഷമം കണ്ണാ വിഷമമുണ്ട് വിഷമം കണ്ണാ വിഷമം ഉമ്മാരൊക്കെ പരസ്യമായിട്ട് പട്ടി ആണല്ലോ സാറേ ഇനിയിപ്പോ അതിന്റെ വിഷമം കാണും. സെല്ലോട്ട് ഇട്ടോ വാ സെല്ലിലോട്ട് വാ. ഓ സെല്ലോട്ട് വാ. 10 പീഡിയം വിളിച്ചിട്ട് ഉറക്കാൻ നിന്നേക്ക വാ. ആ ഭയങ്കര നേരെ പണിഷ്മെന്റ് ആണ്. അപ്പൊ ചെല്ലിട്ടേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എന്ത് സാറേ കൈ വെക്കാതെ വിടല്ലേ, എന്ത് കൈ പിടിക്കാതെ വിടില്ല. അല്ല കൈ വെക്കാതെ വിടല്ലേ സാർ അല്ലെങ്കിൽ. അല്ല ഇപ്പൊ കൂടിയിട്ടുണ്ട് സംസാരം. ആ സാർ ഒരു ഹെൽപ്പ് ചെയ്യാം സാർ, ഞങ്ങൾ സെല്ലിന്റെ സൈഡിൽ വന്നിക്കാം സാർ. 2 എണ്ണം പൊട്ടിച്ചിട്ട് വാച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ചോദിക്കാവോ സാർ? ഒറ്റ മിനിറ്റ് ഒന്ന് ചോദിക്കാം സാർ. നമ്മളൊരു ഇതിന് അവന്മാർ എവിടെയെന്ന് അറിയാൻ വേണ്ടി എങ്കിൽ നമ്മൾ പോയി ആ വാച്ച് എടുത്തോളാം, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ഡീൽ ചെയ്യല്ലോ സാർ. ഒന്ന് നമ്മൾ സെല്ലിന്റെ സൈഡിൽ നിന്നോളാം. നമുക്ക് സംസാരിക്കാം. എന്തായാലും ആദ്യം ആക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ പേടി മൊത്തം എങ്ങനെയാണോ ജയിൽ ബസ്സിൽ ഇനി സ്ഥലം ഉണ്ടല്ലോ സാർ. ഉണ്ട് സാറേ. നമ്മളെ ഈ ചിലതൊക്കെ കണ്ണടച്ചങ്ങ് വിടും, ഓക്കെ സാർ. ഇല്ലെങ്കിൽ ഓക്കെ മനസ്സിലായോ? ലൈക്ക് എല്ലാം എടുത്തു കഴിഞ്ഞാൽ തലവേദന അല്ല, എല്ലാത്തിനും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഇനി വരുന്ന, അതായത് ഇവിടെ കംപ്ലൈന്റ് ഒക്കെ ചെയ്യാൻ വരുന്നില്ലേ, അവർക്ക് ഒരു ഇതായി മാറും. മനസ്സിലായില്ലേ? നമ്മളിലുള്ള ഒരു വിശ്വാസം പോയി കഴിഞ്ഞാൽ അത് ശരിയാവും. മനസ്സിലാവും? ലൈക്ക് നിങ്ങളും അവരുടെ കൂടെ വരുന്നോ അതോ? ഞങ്ങൾ അവരോട് കാരണം അവസാനം കുറച്ച് നേരമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം സാർ. നടന്നില്ലെങ്കിൽ അല്ല, ഒരാൾ അതിൽ കയറിക്കോ, ഒരാൾ എന്റെ കൂടെ വന്നാൽ മതി. ഓക്കെ. അപ്പോ ബിക്കോസ് നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ അവരെ ഇപ്പോ കംപ്ലൈന്റ് നിങ്ങൾ കൊടുത്തതല്ലേ, അതിനെന്തെങ്കിലും നിങ്ങൾ വാക്ക് തപ്പം അങ്ങോട്ട് അല്ല ഒരുമിച്ച് വരാം സാർ. അങ്ങനല്ല സാർ, അവസാന നിമിഷം രണ്ടുപേർക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ. രണ്ടുപേരും സാറേ കൂട്ടാൻ പറ്റുന്ന സാറുമാരെല്ലാം കൂട്ടി അങ്ങ് വാ. ഇതിൽ തന്നെ കയറല്ലേ? നിങ്ങളുണ്ടാ എല്ലാരും സാറേ 2 സാറുമാരുള്ളോ? ആ സാറേ പട്ടീനെ കൂടെ വിളിച്ച് കേട്ട്, ആ പട്ടീനെ കൂടെ വിളിച്ച് കേട്ട് അവനവിടെ ചെല്ലുമ്പോ ഞാൻ വെട്ടാ കഴുത്തിന്. അവനെ അല്ല, അവനാണ് ബോഡി ഷേമിങ്ങിന് മെയിൻ പ്രശ്നം. അവനെ വിളി. അതെ അവനുണ്ടാ സാറേ? എല്ലാരും വാ ഇപ്പൊ ഞാൻ ഒന്നും ഇപ്പൊ ഒന്നും പറയത്തില്ല. ആ പുള്ളിനോട് കേട്ട്. നിന്റെ വാച്ചുണ്ടോ? ഇല്ലല്ലോ. ബോബയുടെ വാച്ചുണ്ടോ? വാച്ചോ? ആ ഇല്ല വാച്ചൊക്കെ വരും. ഇതെന്താ വളവ് വളയ്ക്കാൻ പോലും അറിയില്ലേ? നീ എങ്ങനെ പിടി കയറി? ലൈസൻസ് ഉണ്ടാ? ഇല്ലടാ, ഇപ്പൊ അവന്മാർ അമ്പി കളിക്കണല്ലോ. ഇപ്പൊ മിണ്ടത്തില്ല. മനസ്സിലായ? ഈ ഇപ്പൊ മിണ്ടത്തില്ല. ഇപ്പൊ ലോകത്തിലൊക്കെ മാന്യന്മാരാ. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ വണ്ടി ഓടിക്കുന്നതിന്റെ ഒക്കെ കുത്തിക്കഴപ്പ് നമ്മള് കണ്ടുള്ളല്ലേ. ഓ അവനിപ്പോ അങ്ങ് മിണ്ടാനില്ല. അവനിപ്പോ വായില്ല മൊണ്ണക്ക്. അടാ മൊണ്ണപ്പട്ടി വണ്ടി ഓടിക്കുന്നതിനെ നീ നാളെ വാ. നീ നാളെ കേക്കുന്നുണ്ടോ? കേക്കുന്നില്ല. ഞാൻ നിന്റെ സ്പീക്കറാ, JB അല്ല ഞാൻ. നീ പറയുമ്പോ കേക്കുന്നുണ്ടോന്ന് പറയാൻ. പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെന്താ? സാറേ എന്താണ് സാറേ കണ്ണൂടെ കൊറോണ ബാച്ച് ആയിരുന്നോ സാറേ? അതിന്റെ പ്രശ്നങ്ങളായിരിക്കും. ഇതെന്താടേ എല്ലാം ഇതാന്ന് എല്ലാം ഒരു അന്ധനെ പോലീസ് എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും അത്? ഹലോ
ഇത് അങ്ങോട്ട് പോയാലോ വെയിറ്റ് ചില്ല് എനിക്കൊരു കാര്യം പറയണ്ട വാ. ആ സാർ പറയൂ പറയൂ. എനിക്ക് ചില കാര്യങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഒരു കാര്യം, ആ വണ്ടിയിൽ വന്ന പോലീസ് ഓഫീസറിനെ ഒന്ന് വിളിക്കുമോ സാർ? എന്നാൽ എനിക്ക് ആ കാര്യം ഒന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അവരുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണം. പറയോ ബാബു? ഇനി പറഞ്ഞേക്ക് അത് എന്റെ അതാണ് അവിടെ എത്ര നേരം പറഞ്ഞത്. സാറേ എന്തോ അന്ന് പോലും അറിയത്തില്ല കേട്ടോ ബാബു. ആ സപ്പോർട്ട് കേട്ടോ. സാറേ ആ വണ്ടിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ വണ്ടിക്ക് അതിരുന്ന് സാർ നിങ്ങൾ പറഞ്ഞത് കേട്ടോ അവന് ഇത്രയും നേരം. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ സാറേ, നമ്മളൊരു വീട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തുവായിരുന്നു സാറേ? ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരു അസുഖമുണ്ട്. അടി കൊടുത്ത് വളർത്താത്തതിന്റെയാണ് സാറേ. അല്ല അതല്ല സാറേ, ഇവന്മാർക്ക് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. ആദ്യം രണ്ടുപേർക്കുണ്ടോ? അതെ സാർ, രണ്ടുപേർക്കും ഉണ്ട്. ആദ്യം ഇവന്റെ തന്ത ആരാന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇവന്റെ സ്വഭാവം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല സാറേ, ഇവർക്കൊരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. ആരാണ് മുമ്പിൽ എന്താണെന്ന് ചില സമയത്ത് ഇവന്മാരെ ഓർക്കത്തില്ല, ഒന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും. സാറിനോടും മാഡത്തിനോടും ഒക്കെ സംസാരിച്ച പോലെ എന്നോട്, അവനെ ഇത്ര വളർത്തി വലുതാക്കിയതും എല്ലാം ഞാനാണ് സാറേ. പക്ഷെ എന്നോട് പോലും ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് എന്നെ എന്തൊക്കെ വിളിക്കുന്നുണ്ട്. സാറിനെ ഇപ്പോൾ ഈ മാഡത്തിന് കുറച്ച് മുമ്പ് സാറിനെ ഈ വന്ന സാറിനെ പട്ടി എന്നൊക്കെ വിളിച്ചായിരുന്നു. അതുപോലെ എന്നെ വിളിക്കും സാറേ പട്ടിയെന്നും. ഇതൊക്കെ എത്ര നാളെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നു സാറേ. ഞാൻ കേട്ടിട്ട് ഞാൻ മാഡത്തിന് നിങ്ങൾക്ക് ആർക്കൊന്നും വിഷമം വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും നാൾ വളർത്തി വലുതാക്കി ഞങ്ങളുടെ അടുത്ത് പോലും അവന്മാർ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളുടെ അടുത്ത്. പിന്നെ ഇവരുടെ കംപ്ലൈന്റും ഉണ്ട്. ഓക്കെ, പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ എത്രന്ന് വെച്ചാ പറയുന്നേ? നമുക്കത് ചോദിക്കാം സാറേ. ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് അവസാനമായിട്ട് ഒന്ന് കാണണം സാറേ. പോകുന്നല്ല സാർ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് സംസാരിച്ച് നോക്കും. എടാ എനിക്കറിയാം നിനക്കൊരു തെറ്റ് പറ്റി പോയതാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും. അത് കുഴപ്പമില്ല സാർ, അവർക്ക് തെറ്റ് പറ്റിയതാണ്, അവര് സമ്മതിച്ചത്. അത് ഇനിയിപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് എല്ലാ ലൈഫിൽ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റൂടാ കണ്ണാപ്പി പോയി. അത് സാർ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോ സാറ് കണ്ണാപ്പി ഇവിടുത്തെ ഗവൺമെന്റ് റൂൾസ് പ്രകാരം നിങ്ങൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനായിട്ടുള്ള ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ തെറ്റാണ് കണ്ണാപ്പി. ഇതുവരെ കണ്ണാപ്പി അധികം സംസാരിക്കില്ല, ഞങ്ങൾക്ക് സമയമില്ല. 2 മിനിറ്റ് തിരിച്ചു പോകേണ്ടതാണ്. സങ്കടമുണ്ട് എനിക്ക്. ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നാണം കിടത്തല്ലേ പ്ലീസ്, ഒരു ചേട്ടനുള്ള രീതിയിൽ. തെറ്റാണ്. അപ്പൊ സാർ തെറ്റാണ്, ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് എന്താന്ന് വെച്ചാൽ അതിന്റെ ആക്ഷൻസ് എടുക്കാം. ബാക്കി ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഒന്നും ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ബാബു സാർ ഞങ്ങൾ പോകുന്നു. അതിനു മുമ്പ് നിങ്ങളുടെ ഫേസ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ID കാർഡ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ID കാർഡ് എങ്ങനെയാണ് സാർ? അത് Z മസിലെ ID കാർഡ്. എന്തോ Z മസിലെ പോയിട്ട് വരട്ടെ. ഏത് വരുന്നില്ല സാർ, കാണിക്കുന്നില്ല. സാറിന് റീഡിംഗ് മെനു വരുന്ന മസിലാണ്. ഇല്ല സാർ, ഒന്ന് വെളിയിലോട്ട് സാറിന് വെളിയിലോട്ട് വരൂ. ഒരു മിനിറ്റ് ബാബു, എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ബാബു കണ്ടിരിക്കാൻ പറ്റുന്നില്ല. കുറച്ചേരം കൂടെ കാണും. അല്ല, നിങ്ങൾക്ക് അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇല്ല സാർ. അല്ല, ഇനി സ്നേഹം മാത്രം പോരല്ലോ സാർ, സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റും സാർ. നമുക്ക് വെളിയിൽ ഇറങ്ങി സംസാരിക്കാം. ഫോട്ടോ എടുത്തേക്കാണ്.
ഞങ്ങൾ അറസ്റ്റ് ചെയ്തോ? സോറി. മറ്റേ പുള്ളിന്റെ മാസ്റ്റർ. സാർ ഇത് എങ്ങനെയാണ് ഐഡന്റിറ്റി കാണിക്കുന്നത്? സെഡില് ഒരു റേഡിയൽ മെനു മിസൈൽ വരുന്നുണ്ടോ? സെഡില് ഇല്ല, ഒന്നും വരുന്നില്ല. സെഡില് ഒന്നും ഞെക്കിയിട്ട് ഒന്നും വരുന്നില്ല എനിക്ക്. F3 F5 F3 ഐ ഡി കാർഡ്സ്. ID cards ഷോ ID കാർഡ് ഷോ. ദാ സാർ. യാ ഓക്കേ. പരന്തുവാസു മെയിൽ. ഓക്കേ. എന്തായാലും ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ അനിയന്മാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാർ നമ്മുടെ സൈഡിൽ നിന്ന് അത് സോറി ചോദിക്കുന്നു. അവരുടെ ആ അസുഖത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് സാർ. അങ്ങനെ മാത്രം സാർ കണ്ടാൽ മതി. ഇല്ല, നമുക്കിപ്പോ അവിടെ ഒന്ന് കുറ്റം സമ്മതിച്ചു, നിങ്ങളുടെ കേസിൽ കുറ്റം സമ്മതിച്ചു. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അവിടെ PD ലോബിയിൽ, അതായത് സിവിലിയൻസ് കറങ്ങുന്ന ലോബിയിൽ വാച്ചെടുത്തുന്നവർ സമ്മതിച്ചു സാർ. അത് കേട്ടല്ലോ, കണ്ടില്ലായിരുന്നു. ഓക്കെ, അതല്ല ഇപ്പൊ മെയിൻ ആയിട്ട് പ്രശ്നം ലൈക്ക് ലോബി, അതായത് PD ഏരിയയിൽ ലോബി സെക്ഷനിൽ വന്നാണ് അവര് ഇത്രയും ബഹളം ഉണ്ടാക്കിയത്. PDനെ കുറിച്ച് പറഞ്ഞു, ആ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയി. മനസ്സിലായി? പിന്നെ ആ വാറ്റെങ്ങാനും അവർ വിട്ടിട്ടുണ്ടെങ്കിലേ അതിന്റെ വെറുത്ത് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയണേ. അതെ, ലൈക്ക് ഇപ്പോ എന്താണ് ആ കേസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ അതോ? അല്ല സാർ, അതിന് പണിഷ്മെന്റ് നിങ്ങൾ എന്താ വെച്ചാൽ കൊടുത്തു സാർ. അത്രയും മതി, നമുക്കത് മതി. അത് മതി സാർ, ഒരു പണിഷ്മെന്റ്. കാരണം ഇനി ഒരിക്കലും മോചനം അവന്റെ തലച്ചോറിൽ വരരുത് ആ ഒരു വാക്ക്. അല്ല, നമുക്കത് റിക്കവർ ചെയ്യണ്ടേ? ഇല്ല സാർ, ഇപ്പൊ അനിയന്മാരെ നന്നാവാൻ വേണ്ടിട്ട് ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ കിട്ടിയാലേ പഠിക്കത്തുള്ളൂ സാർ. സത്യം. 1.5 കോടിയല്ലേ? 2 കോടി 2.25 കോടി നമുക്ക് ഉണ്ടാക്കാം. തൊണ്ടി കിട്ടാതെ നമുക്കിപ്പോ അതാ ആ തെണ്ടികളോട് ചോദിച്ചാൽ പറയും സാർ, ഉറപ്പായിട്ടും. സാറ് നന്നായിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെണ്ടികൾ തൊണ്ടി പറഞ്ഞു തരും. അതെ, ഓക്കെ. നമ്മുടെ ഇവിടെ കൈ വെക്കാന്ന് പറഞ്ഞാ വെക്കേണ്ടി വരുമല്ലോ. അതെ സാർ, അതെ. കേറേണ്ടത് കേറേണ്ട സ്ഥലത്ത് കേറിയാ വരേണ്ടത് വരേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ട് വരും സാർ. ലൈക്ക് നമ്മുടെ, അതായത് നിങ്ങളുടെ കേസ് വെച്ച് നമ്മൾ അവിടുന്ന് തന്നെ പ്രോസസ് ചെയ്യേണ്ടതാണ്. ഈവൻ അവിടെ കംപ്ലൈന്റ് പറയാനോ കാര്യങ്ങൾക്ക് അന്വേഷിക്കാനോ കുറെ സിവിലിയൻസ് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് PD. അതുകൊണ്ടാണ് അവർ അപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിട്ട് വിടാം. ആരായിരുന്നു? കണ്ണാപ്പി. ഓ, താങ്ക് യു. അടിച്ചു വന്നാണ് കേട്ടാ. പോയി പറഞ്ഞേക്കാം. ബോഡി എപ്പോ കിട്ടുമെന്ന് ചോദിച്ചിട്ട് പോയാല. മള്ളി, പക്ഷേ ഇതിലേ ഒരു കാര്യം പറയാം. ഇതിൽ എല്ലാരും നല്ലവരാണെന്ന് അറിയില്ല, പക്ഷേ മര്യാദയ്ക്ക് സംസാരിക്കുന്നവരും ഉണ്ട്. എല്ലാരും കാര്യം നമുക്ക് അറിഞ്ഞൂടാ. കണ്ണാപ്പി ചത്തോട്ടു. ചിരിച്ചിട്ട് മാടപ്പള. എടാ, അല്ല 2 കോടി ഒരുമിച്ച് എത്തിച്ചതെന്ന് പറഞ്ഞിട്ട് വരട്ടാ. നമുക്ക് ഇവിടുന്ന്